ഹായ്, എല്ലാവർക്കും നമസ്കാരം. രമേശേട്ട, അനുശ്രീ ചേച്ചി, നമസ്കാരം. നമസ്കാരം. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് മുഴുവൻ അനന്തകൃഷ്ണ എന്ന് വിളിച്ചു. ആരും വിളിച്ചിട്ടില്ല, എൻ്റെ പഞ്ചായത്തിൽ ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ അനന്തോന്നേ വിളിക്കുള്ളൂ. അനന്തു, അനന്തൻ, അല്ലെ കട്ട് ചെയ്തിട്ട് മാക്സിമം പണ്ട് ഹംസക്കോയ ബാലസ്ന എന്ന് വിളിച്ച ഒരു അനന്തസ്ന ഒരു അപ്പു കണ്ണൻ ഉണ്ണി. ബയോഡേറ്റയിൽ ശിവരാമകൃഷ്ണൻ. അതെ, ഈ അപ്പു തൊപ്പി എന്നൊക്കെ പേരിട്ടാലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രൈമറി വിഭാഗത്തിൽ ഇവർ സ്റ്റാർ ആയിരിക്കും. പക്ഷേ ഈ ഒരു മീശയൊക്കെ കിളുത്ത് അവസാനം പ്രീഡിഗ്രിയുടെ പറയുന്നത് ഇത്രയും താടിയും വളർത്തി വീട്ടിൽ അപ്പു ഇരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ വിഷയം വരും. അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മോന് വീരൻ എന്ന് പേരിട്ടു. ചെറുപ്പത്തിലും പ്രശ്നമില്ല, വലുതാകുമ്പോഴും മീശയൊക്കെ പിരിച്ചിരുന്നാലും വീരൻ. കൊള്ളാം, ഒരു വീരസ്യം ഉണ്ടാവുമല്ലോ. ഇതൊരു പ്രത്യേക ഇനം മലയാളികളാണ്. ഇവരെ ഞാൻ സമ്പൂർണ്ണ മലയാളികൾ എന്ന് വിളിക്കും. എന്താഘോഷമായാലും ഇവർ ആഘോഷിക്കും, ഗംഭീരമായിട്ട് ആഘോഷിക്കും. അതിപ്പോൾ പൂരം, പെരുന്നാൾ, അങ്ങനെ എന്താണെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി, അപ്പോൾ ആഘോഷിക്കും. ഇനിയിപ്പോൾ ഒരു കാരണം കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല, അപ്പോഴും ആഘോഷിക്കും. അതായത് എല്ലാ ദിവസവും രാവിലെ മുറ്റത്തൊരു മൈന വന്നിരിക്കാറുണ്ടായിരുന്നു. ഈ മൈന പിറ്റേ ദിവസം വന്നില്ല, ചത്തുപോയി. അപ്പോൾ രാവിലെ ഇവൻ വന്നിട്ട് പറയും, കളിയാ മൈന ചത്തുപോയടാ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കും. എന്നിട്ട് ആ വിഷമം മാറ്റാൻ വേണ്ടി ആഘോഷിക്കണം എന്ന് പറയും. പിറ്റേ ദിവസം ഈ മൈന വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇവൻ വീണ്ടും വന്ന് ഇറക്കും, അല്ലയോ മൈന വന്നിട്ടോ ഇന്ന് അതിൻ്റെ ആഘോഷം എന്ന് പറയും. ഇനി അതല്ല, വെറുതെ ഇവനൊക്കെ റോട്ടിൽ കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചേട്ടനെ കണ്ടു. ചേട്ടാ, എന്നോട് ചേട്ടാ വിശേഷം, സുഖമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടൻ ഒഫീഷ്യലി പറയും, ആ മോനെ കുഴപ്പമില്ല, അങ്ങനെ സുഖം. വീട്ടിലെല്ലാവർക്കും എങ്ങനെ, സുഖമായിട്ടിരിക്കുന്നു, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടൻ പറയുമല്ലോ, ചേട്ടൻ അബദ്ധത്തിൽ അപ്പോൾ പറഞ്ഞു പോകും, മക്കൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു, മോള് 10ാം ക്ലാസ് ജയിച്ചു കേട്ടോ, ഫുൾ A+. അപ്പോൾ ഇവൻ, ആഹാ ഇത് ചിലവുണ്ട് കേട്ടോ, ഇത് നമുക്ക് ആഘോഷിക്കണം, കാരണം കണ്ടെത്തി അയാളെ കൊണ്ട് ചിലവ് ചെയ്ത് ആഘോഷിപ്പിക്കും. ഇനി ഇവരുടെ വേറെ പല പ്രത്യേകതകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ്ഥാനത്ത് കയറി വേണ്ടാത്ത ചോദ്യം ചോദിക്കുക. ഇനി അതല്ലെങ്കിൽ എന്തും പറഞ്ഞ് ഈ ആഘോഷിക്കാൻ വേണ്ടി എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് മാർക്കുണ്ടാവും. അതായത് ഇപ്പോൾ സ്വന്തം അമ്മയുടെ അടുത്താണെങ്കിലും വീടിന് മുറ്റത്തിരുന്നിട്ട്, അമ്മേ നമ്മുടെ മാത്തേ 2 തേങ്ങ ഉണ്ടായിട്ടോ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് മാർക്കുണ്ടാവും. അപ്പം എനിക്കിങ്ങനത്തെ ഒരു സുഹൃത്തുണ്ട്, അവനെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത്. അവനൊരു 2-3 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇന്നെന്താ പരിപാടി, നീ പുറത്തേക്ക് ഇറങ്ങണ്ടോ, ഞാൻ ചെറിയ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങ് വാന്ന് പറഞ്ഞു. എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഇവനെന്തിനാ ഇന്നൊരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ചോദിച്ചാടാ എന്താ? അപ്പോൾ അവൻ പറഞ്ഞു, എടാ മാർച്ച് 21 ഇന്ന്, ആലോചിക്കുകയെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചാടാ അതിനിപ്പോൾ എന്താ, മാർച്ച് 21 ഇപ്പോൾ എന്ത് പ്രത്യേകത? മാർച്ച് 21 വാർഷികം. കിട്ടിയോ? എടാ കൊറോണ വന്നിട്ട് ഇന്ന് 1 വർഷമായി, ഇത് നമുക്ക് ആഘോഷിക്കണ്ടേന്ന്. ആദ്യം ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നുള്ളൂ, കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എല്ലാവരെ പോലെ ഞാനും കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിൽ വരേണ്ടി വന്നു. അപ്പോൾ വീട്ടിൽ വന്നാൽ കൊറോണ ടെസ്റ്റ് ചെയ്യാതെ കയറ്റില്ല, വീട്ടിൽ നല്ല നാട്ടിൽ കയറ്റില്ല. അപ്പം ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിനും കൂടെ വന്നത്, മറ്റൊരു സമ്പൂർണ്ണ മലയാളിയാണ് ഇവൻ, ആൻ്റപ്പൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഇവൻ്റെ കൂടെ ഇറങ്ങാൻ നേരത്തെ തന്നെ ഇവൻ പറഞ്ഞു, നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യൂ, വലിയ സെറ്റപ്പ് കൊള്ളി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ വല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോരെ? പറ്റില്ല. എടാ നിനക്ക് ഇത്ര കാലമാകത്തിരുന്നിട്ട് മടുത്തില്ലേ, നമ്മൾ ആഘോഷിക്കണം, ഇത് പുറത്തിറങ്ങാണ്, ഒരു അവസരം കിട്ടിയതാണ്, എന്താ ചെയ്യണം? ഞാൻ ഇവൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവൻ്റെ കൂടെ ഒരു അടിപൊളി ആശുപത്രിയിൽ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോയി. ചെന്ന് കയറിയ വഴിക്ക് ഞാൻ ആദ്യം കണ്ടത് അവിടെ ഒരു ഓഡി കാറ് കിടപ്പുണ്ടായിരുന്നു. വണ്ടി കൊള്ളാം എനിക്ക് തോന്നി, ഒരു ഫാൻസി നമ്പറൊക്കെ ആയിരുന്നു, 911 ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കൊള്ളാവുന്ന ആരുടെ വണ്ടിയാണ്. ഞാൻ നേരെ ചെന്ന് സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഈ വണ്ടി കൊള്ളാമല്ലോ, ഇതാരുടെ വണ്ടിയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, സിദ്ദിഖ് ലാലിലെ ലാൽ സാറ് ഇന്ന് വന്നിട്ടുണ്ട്, പുള്ളിയുടെ വണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ പോയി ചീട്ടൊക്കെ എടുത്തു, കൊറോണ ടെസ്റ്റ് ചെയ്യുന്ന മുറിയിലെത്തി. അവിടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു, ആൻ്റപ്പം നടുക്കേക്ക് ഇരുന്നു, ഞാൻ ഇപ്പുറത്തെ കസേരയിലേക്കും ഇരുന്നു. അപ്പൂപ്പൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൂപ്പൻ്റെ മൂക്കിൽ ഇങ്ങനെ ഇരിക്കുക പുള്ളി. എന്നിട്ട് സിസ്റ്റർ ഇതെടുത്തു ഇട്ട് നോക്കി, ഇതെന്താ ഒരു വെട്ടത്തിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഈ സംഭവം നോക്കി. ഞാൻ ആ ഗ്യാപ്പിൽ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് പ്രശ്നമാണോ അപ്പൂപ്പ, അത് എങ്ങനെയുണ്ട്, വേദന എടുക്കുമെന്നൊക്കെ ചോദിച്ചു. അപ്പൂപ്പൻ, എൻ്റെ മോനെ ഉള്ള ജീവൻ പോയി. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടിവെട്ടിയ കൃഷ്ണതുളസി ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കണ അരി നിൽക്കുക, വയ്യ, ആകെ ഒരു മൂക്ക വർക്കിങ്ങുള്ളൂ, അല്ല ഇത് അടിച്ച് വെച്ചേക്കുക. അപ്പോൾ വയ്യാന്ന് പറഞ്ഞ അപ്പൂപ്പൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിസ്റ്റർ തിരിഞ്ഞിട്ട്, അയ്യോ കിട്ടിയില്ല എന്ന്. ഇത് കേട്ടതും അപ്പൂപ്പന് ദേഷ്യം വന്നില്ലേ, ഒന്നാമതുള്ള ജീവൻ എടുത്തു. അപ്പൂപ്പൻ പറഞ്ഞ്, എൻ്റെ സിസ്റ്ററെ
നിങ്ങൾ തന്നെ എൻ്റെ മൂക്കിൽ പിന്നെ ചൂണ്ടയിടുമായിരുന്നോ? അല്ലേ? എൻ്റെ മോനെ കേൾക്കണം, ഇത്ര കയറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അടിച്ച് ഉച്ചി വരെ കയറ്റിയിട്ട് ഇത്ര കിട്ടിയില്ല എന്ന്. സിസ്റ്റർ കലിപ്പിലാണെന്ന് മനസ്സിലായി ഞാൻ. സിസ്റ്റർ വരുമ്പോൾ എല്ലാം സെറ്റാക്കി ഇങ്ങനെ നിന്ന് കൊടുത്ത്. സിസ്റ്റർ വന്നു, മറ്റേ സാധനം എടുത്തു, പഞ്ഞി എടുത്തിട്ടുണ്ട്, തൊടയൊക്കെ തുടച്ചു, നേരെ വന്ന് മൂക്കിലേക്ക് വെച്ചു. ഇത് വെച്ചിട്ട് എനിക്ക് കണ്ണ് തുറക്കാൻ മേല. അതായത് വയ്യ ഇങ്ങനെ ഇറുകി പിടിച്ചിരിക്കുക, അത് കയറി പോലെ. ഞാൻ അങ്ങനെ പോയി ഇതെവിടാ പരലോകം എത്തിയോ എന്ന് ആലോചിച്ച് ഇതാ ഇങ്ങനെ നിൽക്കുമ്പം ഒരു ശബ്ദം, അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ പോകണമെന്ന്. എനിക്ക് സംഭവം മനസ്സിലായി. ഞാൻ ലാൽ സാർ ഇപ്പം ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കിയപ്പം ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുക. അപ്പം ഡോക്ടർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ്, സാറേ അതായത് ഇപ്പോൾ പറഞ്ഞതൊക്കെ ഒരു പേപ്പറിൽ എഴുതി തരാമോ? എനിക്കൊന്നും മനസ്സിലായില്ല എന്ന്.